അതീവ ജാഗ്രതയിലാണ് ഇനി കുറച്ചു ദിവസങ്ങൾ രാജ്യം മുന്നോട്ടു പോകാൻ പോകുന്നത്. ഇന്ത്യയിൽ വരുന്ന ദിവസങ്ങളിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടതിനു പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. 2025 സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ ഭീകരവാദികളിൽ നിന്നോ സാമൂഹിക വിരുദ്ധരായ ആളുകളിൽ നിന്നോ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, ഹെലിപാഡുകൾ, ഫ്ലൈയിംഗ് സ്കൂളുകൾ, പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ വ്യോമയാന കേന്ദ്രങ്ങളിലും അടിയന്തരമായി നിരീക്ഷണം ശക്തമാക്കാൻ കർശന നിർദ്ദേശമുണ്ട്. ഓഗസ്റ്റ് 4-നാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയത്. 2025 സെപ്റ്റംബർ 22-നും ഒക്ടോബർ 2-നും ഇടയിൽ സാമൂഹിക വിരുദ്ധരായ ആളുകളിൽ നിന്നോ ഭീകര സംഘടനകളിൽ നിന്നോ വിമാനത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകാമെന്നാണ് കേന്ദ്ര സുരക്ഷാ ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, എയർ ഫീൽഡുകൾ, എയർഫോഴ്സ് സ്റ്റേഷനുകൾ, ഹെലിപാഡുകൾ തുടങ്ങിയ എല്ലാ വ്യോമയാന സ്ഥാപനങ്ങളിലും സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് BCAS പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നത്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ലഭിച്ച പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് BCASന്റെ നിർദ്ദേശമെന്ന് ദേശീയ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ പ്രാദേശിക പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്റലിജൻസ് ബ്യൂറോ, മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തണമെന്നും വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് BCAS നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സുപ്രധാന വിവരങ്ങളോ ജാഗ്രതാ നിർദ്ദേശങ്ങളോ ലഭിച്ചാൽ അത് ബന്ധപ്പെട്ട എല്ലാവരുമായി ഉടനടി പങ്കുവയ്ക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മറ്റ് നടപടികളുടെ കൂട്ടത്തിൽ എല്ലാ ജീവനക്കാരുടെയും കരാറുകാരുടെയും സന്ദർശകരുടെയും തിരിച്ചറിയൽ രേഖകൾ കർശനമായി പരിശോധിക്കണമെന്നും എല്ലാ CCTV സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാണെന്നും അവ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്നും സുരക്ഷാ ഏജൻസി നിർദ്ദേശിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് തുടർച്ചയായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിതീവ്ര തിരിച്ചടികളാണ്. അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ബലൂചിസ്ഥാന്റെ സ്വന്തമായുള്ള വസ്തുവകകൾ കാണിച്ചുകൊണ്ട് കൂടെ നിർത്തി ഇന്ത്യക്കെതിരെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും ട്രംപിനെ കൊണ്ട് പറയിപ്പിക്കാമെന്നും ഒക്കെ കരുതിയെങ്കിലും താരിഫിന്റെ കാര്യത്തിൽ പോലും ഇന്ത്യ സ്വീകരിക്കുന്ന അതിശക്തമായ നിലപാട് കാണുമ്പോൾ അപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉറപ്പാണ് ഇനി യാതൊരു വിട്ടുവീഴ്ചയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് ഉണ്ടാകില്ല എന്നത്. അതിനു പുറമെ ഒരു തലത്തിലും അമേരിക്കയുടെ മുട്ടാമ്പോക്ക് നയത്തിനെതിരെ കണ്ണടച്ച് അംഗീകരിക്കാനും ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഇന്ത്യയുടെ ശക്തി തെളിയിക്കുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം നടത്തിയെടുക്കാൻ അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഒക്കെ അതീവ താല്പര്യമുണ്ട്. എങ്ങനെയും ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച തടയുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും അന്തർധാരയിൽ രഹസ്യ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതീവ ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദി ആക്രമണം പോലെയുള്ള എന്തും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിസ്സാരമായി അവഗണിക്കാൻ ഇന്ത്യ തയ്യാറല്ല. എന്നാൽ എന്ത് തിരിച്ചടിയെയും കൃത്യമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇന്ത്യ സദാ സന്നദ്ധമാണെന്നതാണ് മറ്റൊരു വസ്തുത. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച